ഈ അമ്മ ഇപ്പൊ ഈ തള്ളച്ചി തന്നെ പറയാം, ഈ തള്ളച്ചി വന്നിട്ട് പറയുകയാണ് എനിക്ക് എന്റെ കുഞ്ഞിനെ വേണമെന്ന്. നിനക്ക് ഇപ്പോഴാണോ കുഞ്ഞ് വേണമെന്ന് തോന്നുന്നത്? നിനക്കൊരു സ്ത്രീ തന്നെയാണ്. കൂടുതൽ കുഞ്ഞ് കളിക്കാതെ ഇവര് പ്രസവിച്ചിട്ട് വലിച്ചെറിയുന്ന ഇവർക്ക് നേരെ, ഈ സ്ത്രീക്ക് നേരെ ഇതുപോലെയുള്ള സംഭവങ്ങൾ എന്തുകൊണ്ട് വേണ്ടത്ര ശിക്ഷ കൊടുക്കുന്നില്ല? ഒരു കുഞ്ഞിനെ വേണമെന്നും പറഞ്ഞ് വന്നപ്പോൾ ഈ അധികാരികൾ ഇവരുടെ മേലിൽ എന്ത് നിയമ നടപടിയാണ് സ്വീകരിച്ചത്? നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നേരിടേണ്ടി വരും. ഇതിനൊക്കെ സമാധാനം പറയിപ്പിക്കും, ഉത്തരം പറയേണ്ടി വരും. സ്ത്രീകൾക്ക് വളരെ വലിയ ശക്തമായിട്ടുള്ള രീതിയിൽ ശിക്ഷ കൊടുക്കണം, ശക്തമായ താക്കീത് കൊടുക്കണം. പോലീസ് കാര്യങ്ങളിലേക്ക് വരാമെങ്കിൽ ആ കുഞ്ഞിനെ എന്തുകൊണ്ട് വളർത്തുന്നില്ല? അപ്പൊ അത് ജീവിതത്തിന് തടസ്സമാണ് അല്ലേ? മറ്റുള്ള ബന്ധങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നില്ല അല്ലേ? അതല്ലേ എന്റെ ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഒരു 19-കാരി ടോയ്ലറ്റിൽ പ്രസവിച്ചതിന് ശേഷം കുഞ്ഞിനെ ആരും അറിയാതെ ജനലിലൂടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ ഒരു സംഭവം നമ്മളെല്ലാവരും വളരെ ഞെട്ടലോടെയാണ് നമ്മളത് കേട്ടത്. ആ പെണ്ണ്, ആ സ്ത്രീയെ ഇപ്പോൾ എന്താണ് ഇത് തിരികെ കുട്ടിയെ തനിക്ക് വേണം എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ ശിശുക്ഷേമ വകുപ്പാണ് അന്ന് ശിശുക്ഷേമ വകുപ്പിന്റെ ചൈൽഡ് വെൽഫെയറിലുള്ള ആൾക്കാരാണ്, ഉദ്യോഗസ്ഥന്മാരാണ് ഈ കുട്ടിയുടെ കാര്യങ്ങൾ എന്താണ് ഏറ്റെടുത്ത് മാറ്റിയിരുന്നത്. കുഞ്ഞിനെ എന്താണ് രക്ഷയ്ക്കായിട്ട്, കുഞ്ഞിന്റെ ഒരു സേഫ്റ്റിക്കായിട്ടാണ് കുഞ്ഞിനെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയത്. ഇപ്പോൾ ആ സ്ത്രീ, ഈ അമ്മ എന്ന് പറയുന്ന ആ കുഞ്ഞിന്റെ പ്രസവിച്ച അമ്മ, 19 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ, ഈ അമ്മ ഇപ്പൊ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. തന്റെ കുഞ്ഞിനെ തനിക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇവര് വന്നിരിക്കുന്നത്. ഈ സ്ത്രീ ഈ 19 വയസ്സേ ഉള്ളെന്നൊക്കെ പറയുമ്പോൾ ഈ സ്ത്രീക്കൊക്കെ ഈ കുഞ്ഞിനെ വലിച്ചെറിയുവാനും ഈ കണ്ട അമ്മമാരുടെ കൂടെ വിളിക്കുമ്പോഴെല്ലാം പോകാനും കുഞ്ഞിനെ പ്രസവിക്കുവാനും ആ കുഞ്ഞിനെ വെളിയിലേക്ക് ഉപേക്ഷിക്കാനും ഒക്കെ ഉള്ള ധൈര്യവും തന്റെ ഇടവും ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സ്ത്രീ എന്താണ് എന്റെ കുഞ്ഞിനെ വേണമെന്നും പറഞ്ഞ് നിയമപരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ തളയ്ക്ക് അത്ര കുട്ടിയൊന്നും അല്ല, 19 വയസ്സുകാരിയായ ഒരു സ്ത്രീയാണ്. 19 വയസ്സ് 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ, അല്ലെങ്കിൽ 17 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പരിപൂർണ്ണമായിട്ട് ഒരു സ്ത്രീ തന്നെയാണ്. കൂടുതൽ കുഞ്ഞ് കളിക്കാതെ ഇവര് പ്രസവിച്ചിട്ട് വലിച്ചെറിയുന്ന ഇവർക്ക് നേരെ, ഈ സ്ത്രീക്ക് നേരെ എന്ത് നടപടിയാണ് നിയമപാലകർ സ്വീകരിച്ചിട്ടുള്ളത്? നിയമപരമായിട്ട് എന്ത് നടപടിയാണ് ഇവർക്ക് നേരെ, ഈ അതിക്രമത്തിന് നേരെ, ഈ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ സംഭവം വളരെ എന്താണ് വിശാലമായിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഈ ആ ഹോസ്പിറ്റലിലാണ് നടന്നിരിക്കുന്നത്. ഇവിടെ എന്താണ് എല്ലാവർക്കും നേരിട്ട് കാണാനും അതിന്റെ കാര്യങ്ങൾ അറിയുവാനും ഒക്കെയുള്ള ഒരു പ്ലേസ് ആണ് അവിടെ. ആ ആലപ്പുഴ മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആയിരങ്ങൾ ജീവനക്കാരാണെങ്കിലും അതുപോലെ തന്നെ എന്താണ് ഈ രോഗികളാണെങ്കിലും ജനങ്ങളാണെങ്കിലും ഒഴുകി നടക്കുന്ന ഒരു സ്ഥലത്ത് ഇതുപോലുള്ള അതിക്രമങ്ങൾ കാണിക്കുമ്പോൾ ഈ സ്ത്രീയുടെ മേൽ എന്താണ് അവർക്കൊരു ശിക്ഷ വരേണ്ടതായിട്ടുണ്ട്. ഇവർക്ക് കർശനമായിട്ടുള്ള ഒരു ശിക്ഷ. ഒരു സ്ത്രീയെ എന്താണ് ആരും അറിയാതെ നിയമപരമായിട്ട് അല്ലാത്ത ഒരു ബന്ധങ്ങളിൽ കൂടെ, അതായത് അവിഹിതം എന്നൊക്കെ പറയാം, ഈ അവിഹിതത്തിലൂടെ സമ്പാദിച്ച ഈ കുഞ്ഞിനെ പ്രസവിച്ച് ആ ജനലിലൂടെ വലിച്ചെറിഞ്ഞ് സ്വന്തം രക്ഷയ്ക്കായി, സ്വന്തം സുഖജീവിതത്തിന് വേണ്ടിയിട്ട് കുഞ്ഞിനെ വലിച്ചെറിയുന്ന ഈ സംഭവം, കുഞ്ഞുങ്ങളുടെ ജീവന് അപായപ്പെടുത്തുന്ന ഇതുപോലെയുള്ള സംഭവങ്ങൾ എന്തുകൊണ്ട് അധികാരികൾ വേണ്ടത്ര അർഹമായിട്ടുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നില്ല? അതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. മറ്റൊന്നുമല്ല, ഈ സമൂഹത്തോട് ഉദ്യോഗസ്ഥന്മാരോട് എനിക്ക് ചോദിക്കുവാനുള്ളത്, ഇതുപോലെയുള്ള സംഭവങ്ങൾ എന്തുകൊണ്ട് വേണ്ടത്ര ശിക്ഷ കൊടുക്കുന്നില്ല? ഒരു സ്ത്രീ എന്താണ് അങ്ങ് ആരെങ്കിലും വിളിക്കുമ്പോൾ ആ പുറകെ പോകുന്നു, എന്നിട്ട് അവിഹിതമായിട്ട് ഗർഭം ധരിക്കുന്നു, അത് വന്ന് ആരും അറിയാതെ പ്രസവിച്ചിട്ട് ആ കുഞ്ഞിനെ വെളിയിലേക്ക് എറിക്കുന്നു. ഇതിന്റെ ജീവനുള്ള ഈ കുഞ്ഞിന്റെ ജീവന് ആര് സമാധാനം പറയും? ആരാണ് ഇതിന് ഉത്തരവാദി? ഇതിന്റെ ഉത്തരവാദി ആരാണ്? ഈ ജീവന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് ഒരു മനുഷ്യജീവനാണ്. അവിടെ ഒരു കുഞ്ഞു കൊച്ചിന് അവന് ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഉള്ള ഈ ലോകത്താണ് അവൻ ജനിച്ചത്. ഈ ലോകത്ത് സുരക്ഷിതമായിട്ട് ജീവിക്കാനുള്ള അവകാശം ഓരോ കുഞ്ഞിനുമുണ്ട്. ആ സുരക്ഷിതത്വം, ആ നിയമമാണ് ഇവിടെ നടപ്പിലാക്കേണ്ടത്. അധികാരികൾ എന്തുകൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ട ജാഗരൂകതരായി ഇരിക്കുന്നില്ല, അല്ലെങ്കിൽ വേണ്ട ശ്രദ്ധ എന്തുകൊണ്ട് ചെലുത്തുന്നില്ല? അത് തന്നെയാണ് ഇവിടെ വരുന്ന പോയിന്റുകൾ, മറ്റൊന്നുമല്ല. ഓരോ കുഞ്ഞിനും ജീവനം സുരക്ഷിതമായിട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. ഈ അമ്മ ഇപ്പൊ ഈ തള്ളച്ചി തന്നെ പറയാം, ഈ തള്ളച്ചി വന്നിട്ട് പറയുകയാണ് എനിക്ക് എന്റെ കുഞ്ഞിനെ വേണമെന്ന്. നിനക്ക് ഇപ്പോഴാണോ കുഞ്ഞ് വേണമെന്ന് തോന്നുന്നത്? നീ എങ്ങനെയെങ്കിലും കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോകാനല്ലേ ആദ്യം പ്ലാനിട്ടിരുന്നത്? ഇപ്പോൾ കുഞ്ഞിനെ വേണമെന്നും പറഞ്ഞ് വന്നപ്പോൾ ഈ അധികാരികൾ ഇവരുടെ മേലിൽ എന്ത് നിയമ നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്? എന്ത് ശിക്ഷാ നടപടിയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇവർ കൗൺസിലിംഗ് കൊടുക്കുന്നു, വെൽഫെയർകാര് കൗൺസിലിംഗ് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. ഈ എന്താണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലുള്ള ഓരോ ഉദ്യോഗസ്ഥന്മാരും ശ്രദ്ധിക്കേണ്ടത്, അവൾക്ക് കുറച്ച് ട്രെയിനിങ് അല്ലെങ്കിൽ കുറച്ച് എന്താണ് സ്നേഹമായിട്ട് കുറെ സംസാരമൊന്നും ഇതുപോലുള്ള ആൾക്കാർക്ക് സംസാരിച്ചിട്ട് കാര്യമില്ല. അതായത് ഇതുപോലുള്ള സംഭവങ്ങളുടെ മേൽ ഒരു കണ്ണ് വേണം, ഒരു കാത് വേണം. അധികാരിപ്പെട്ട വേണ്ടത്ര എന്താണ് ആ അധികാരികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാര് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കണം. ഈ സ്ത്രീയുടെ മേർക്ക് ഈ കുഞ്ഞിനെ കൊടുത്തുവിട്ടാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ്? അവൾക്ക് ഇപ്പോൾ കൊച്ചിനെ വേണ്ട എന്ന് തോന്നി, ജീവിതത്തിന് കൊച്ചുണ്ടെങ്കിൽ അതൊരു ശല്യമായിട്ട് തോന്നിയ ഒരു നിമിഷം വന്നപ്പോൾ അവൾ വലിച്ചെറിഞ്ഞു. ഇനി ഇപ്പം ആരുടെയൊക്കെ പുറകെ സ്നേഹം, പ്രേമം എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോഴും ഇത് തന്നെയാണ് അനുഭവം. അപ്പോഴും ഈ കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാണ്. അതറിഞ്ഞുകൊണ്ട് മാത്രം വേണം ഈ സ്ത്രീയോട് ഉപദേശം കൊടുക്കുവാനും കുറച്ച് ഇവരെ പിടിച്ച് തലയിലോട്ട് കയറ്റി വെക്കുവല്ല വേണ്ടുന്നത്. ഇത് ഉദ്യോഗസ്ഥന്മാര് വളരെ
കർശനമായ ഒരു നടപടി എടുക്കണം. ഇവരെ സംസാരിച്ച് നേരെയാക്കുന്ന പ്രായമൊന്നും അല്ല ഈ സ്ത്രീയൊക്കെ. അതുപോലെയുള്ള ശിക്ഷകളാണ് ഇവർക്ക് ആവശ്യം. ഇതുപോലെയുള്ള സ്ത്രീകൾക്ക് വളരെ വലിയ ശക്തമായിട്ടുള്ള രീതിയിൽ ശിക്ഷ കൊടുക്കണം, ശക്തമായ താക്കീത് കൊടുക്കണം. പോലീസ് ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും വനിതാ പോലീസുകാരുണ്ടല്ലോ, അവർക്ക് ഇതുപോലുള്ള കാര്യങ്ങളിൽ വളരെ നിർബന്ധമായിട്ട് മസ്റ്റായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കാൻ പറ്റും. കുഞ്ഞിനെ തോടരുതെന്ന് പറയാൻ പറ്റും. വേണ്ടത്ര അധികാരികൾ, അതിന് അർഹതപ്പെട്ട അധികാരികൾക്ക് പറയാൻ പറ്റത്തില്ലേ? മറ്റുള്ളവർക്ക് ശരിയാണ്, നമുക്ക് കണക്കി കവിഞ്ഞൊന്നും ആർക്കും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ ഒരു അവകാശമില്ല. നിയമപരമായിട്ട് നോക്കുമ്പോൾ തെറ്റാണ്. പക്ഷെങ്കിൽ ഒരു കാര്യം പറയാം, ഉദ്യോഗസ്ഥന്മാർക്ക്, വനിതാ പോലീസുകാരായിക്കോട്ടെ, വെൽഫെയർ ഉദ്യോഗസ്ഥന്മാരായിക്കോട്ടെ, ചൈൽഡ് ഡെവലപ്മെന്റ് ഉദ്യോഗസ്ഥന്മാരായിക്കോട്ടെ, ഏത് തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും അതിനായിട്ട് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെയുള്ള സ്ത്രീകളെ അടക്കി നിർത്താൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് പറയാനുള്ളത്. മറ്റൊന്നുമല്ല, ഇതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കണം. ഈ കുട്ടിയെ ഇപ്പൊ വേണമെന്നും പറഞ്ഞുകൊണ്ട് ഈ 19കാരി ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കുഞ്ഞിനെ ജനലിലൂടെ വലിച്ചെറിഞ്ഞ ആ സ്ത്രീ 19 വയസ്സേ ഉള്ളൂ എന്ന് പറയുന്നു. എന്തായാലും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വളരെ അറിവാണ് ആ സ്ത്രീക്കുള്ള. 19 വയസ്സാണോ എത്ര വയസ്സാണെന്ന് നമുക്കറിയില്ല, പക്ഷെ 19 വയസ്സേ ഉള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നല്ല അറിവും ബോധവും ഒക്കെയാണ് കാണിക്കുന്നത്. നല്ല കാര്യത്തിനൊന്നും ഇവക്കൊക്കെ നല്ല കാര്യത്തിനൊന്നും വിവരമൊന്നും കാണുന്നില്ല. പക്ഷേ ഇത്തരം സംഭവങ്ങൾക്കിടെ വളരെ വിവരമാണ് കാണുന്നത്. ഭയങ്കര വലിയ ഇതായി പോയി. ലോകത്തിലെങ്ങും 19 വയസ്സുകാരെങ്കിലും ലോകത്തിലെങ്ങും ഇല്ല. ആദ്യമായിട്ടാണ് ഒരു 19 വയസ്സുകാരി പൊട്ടിപ്പുറപ്പെട്ടത്. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ സ്വന്തം കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിന് നിനക്ക് പ്രസവിക്കാൻ ഇതുവരെയുള്ള കാര്യങ്ങളിലേക്ക് വരാമെങ്കിൽ ആ കുഞ്ഞിനെ എന്തുകൊണ്ട് വളർത്തുന്നില്ല? അപ്പൊ അത് ജീവിതത്തിന് തടസ്സമാണ് അല്ലേ? മറ്റുള്ള ബന്ധങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നില്ല അല്ലേ? അതല്ലേ എന്റെ കാര്യം. അപ്പോൾ നീയൊക്കെ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നേരിടേണ്ടി വരും. ഇതിനൊക്കെ സമാധാനം പറയിപ്പിക്കും, ഉത്തരം പറയേണ്ടി വരും. ഇത്തരം കേസുകൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ, ഇതുപോലുള്ള സംഭവങ്ങൾ സമൂഹത്തിൽ ഓരോ കുഞ്ഞിനും സുരക്ഷിതമായിട്ട് ജീവിക്കുവാനുള്ള ഭയപ്പാടോടുകൂടി അല്ലാതെ, വേദനയില്ലാതെ, സന്തോഷമായിട്ട്, മനസമാധാനത്തോടെ ഓരോ മനുഷ്യർക്കും അല്ലെങ്കിൽ ഓരോ കുഞ്ഞിനും ജീവിക്കാനുള്ള അവകാശം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നിയുക്ത ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുപോലെയുള്ള നിമിഷങ്ങളിലാണ്.